കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പിൽ നെഹ്റു യുവകേന്ദ്ര കെട്ടിടത്തിന്റെ പിറകിലെ കിണറ്റിലാണ് ഗോവിന്ദച്ചാമി ഒളിച്ചിരുന്നത്. നാട്ടുകാരും പോലീസും നടത്തിയ ശ്രമകരമായ ദൌത്യമാണ് വിജയം കണ്ടത്. സൗമ്യ വധക്കേസ് പ്രതിയായ ഗോവിന്ദച്ചാമി ഇന്ന് പുലർച്ചെയാണ് ജയിൽ ചാടിയത്. നെഹ്റു യുവകേന്ദ്രയുടെ പിറകുവശത്തുള്ള നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് നാട്ടുകാർ രോഷാകുലരാണ്. സ്റ്റേഷനിലേക്ക് റിജൽ ബാബു ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. പോലീസിന്റെ 4 മണിക്കൂർ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുകയാണ്. എന്തായാലും അതേസമയം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 4 പേരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്താനില്ല. കണ്ണൂർ റേഞ്ച് DIG സംഭവം വിശദമായി അന്വേഷിക്കും. 4:30 മണിയോടെയാണ് ഇയാൾ ജയിൽ ചാടിയത്. പോലീസിനെ അറിയിക്കാൻ വൈകിയെന്നും ഉടനെ പിടിക്കാനായത് ആശ്വാസമെന്നും ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഞെട്ടുന്ന ഒരു വാർത്തയുമായാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന ഞെട്ടുന്ന വാർത്തയുമായാണ് കേരളം ഇന്ന് ഉണർന്നത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കൊടും കുറ്റവാളിയെ പിടികൂടാനായി എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഈ സംഭവത്തിൽ ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഗോവിന്ദച്ചാമിയെ കണ്ണൂർ ജയിലിലേക്ക് തന്നെ ഉടനെ മാറ്റുമോ, അതോ സുരക്ഷാ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ ജയിൽ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? അർജുൻ, ഗോവിന്ദച്ചാമി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ കൊണ്ടുപോകും. അത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ, എങ്ങനെ ഈ പ്രതി ജയിൽ ചാടി എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഉത്തരം കിട്ടുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ACP പ്രദീപൻ കണ്ണിപ്പുലിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ ജയിൽ ചാടി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അർജുൻ, ഇപ്പോൾ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളും നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാടാകെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ കുറ്റവാളി, ആ കുറ്റവാളി ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള ജനരോഷം
ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാർച്ച് നടത്തുകയാണ് പ്രവർത്തകർ. അതിനിടയിൽ ചെറിയ തോതിൽ ഒരു ഉന്തും തള്ളും നടന്നിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അർജുൻ ഇപ്പോൾ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ പോലീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാടാകെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത് ഗോവിന്ദസ്വാമി എന്ന കൊടും ക്രിമിനൽ കുറ്റവാളി ഒരു പാവപ്പെട്ട കുട്ടിയെ അതിദാരുണമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയെ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിക്കപ്പെട്ടത്. അന്ന് തന്നെ ഈ കേരള മനസാക്ഷി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ജീവപര്യന്തമല്ല, അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു കേരള ജനതയുടെ ആഗ്രഹം. നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹം ഉണ്ട്. അവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഏറെ വികാരപരമായ ഒരു വിഷയമാണ്. കാരണം ഇത്തരം കൊടും ക്രൂരനായ ഒരു വ്യക്തി എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം, അത് വലിയ തോതിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ ഇത്രയും സുരക്ഷ ഉള്ള ഒരു ജയിലിൽ നിന്നും ഇത്രയും സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടുകൂടി ഒരു പ്രതിയെ സെല്ലിൽ പാർപ്പിക്കുന്നു. 10B എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും അതിസുരക്ഷ ഉള്ള ഒരു സെല്ലാണ് 10B എന്ന് പറയുന്നത്. അതായത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു തടവറയാണ്. അവിടെ നിന്നും ഒരു പ്രതി രക്ഷപ്പെടുക, അതും ഒറ്റക്കയ്യനായ ഒരു പ്രതി രക്ഷപ്പെടുക എന്നുള്ളത് ഏറെ ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് ഇക്കാര്യത്തിൽ വലിയ തോതിൽ അധികൃതർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 4 വാർഡർമാർക്ക് ഇപ്പോൾ പ്രാഥമികമായി 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയിൽ DGP ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ട്. അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ക്രമീകരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ മതിലിന്റെ ഉയരം കൂട്ടണം എന്നുള്ളത് നേരത്തെ തന്നെ ഇത് പരിശോധിച്ച ഇവിടുത്തെ സുരക്ഷാ വീഴ്ച പരിശോധിച്ച കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇത് പോയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതോടൊപ്പം തന്നെ ഈ ഫെൻസിംഗിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഫെൻസിംഗിന് വൈദ്യുതി പ്രവഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മതിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നമുക്കും കാണാൻ കഴിയുന്നത്. കാരണം നനഞ്ഞു വീർത്തു നിൽക്കുന്ന ഒരു മതിലാണ്. ഇതിലൂടെ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ അത് മറ്റ് തടവുകാർക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ഉന്നതതല മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം. ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ പ്രതിയെ മാറ്റണമോ എന്ന കാര്യമൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കോടതിയാണ് ഈ പ്രതിയെ ഏത് ജയിലിലേക്ക് മാറ്റണം എന്ന് പറയുക. അത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിനു മുമ്പ് ഈ പ്രതി എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ആ ദൗത്യമാണ് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തിട്ടുള്ളത്. വലിയ തോതിലുള്ള ഇന്ന് നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ഇന്ന് ഉറക്കമുണർന്നത് ഞെട്ടിക്കുന്ന ഈ വാർത്തയുമായാണ്. കണ്ണൂരിൽ കൊടും കുറ്റവാളിയായ സൗമ്യ വധക്കേസിലെ പ്രതിയായ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് കണ്ണൂർ ഉണർന്നത്. അതിനുശേഷം വ്യാപകമായ തിരച്ചിൽ പോലീസും നാട്ടുകാരും കൈകോർത്തുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടക്കുന്നു. അതിനൊടുവിലാണ് തളാപ്പിലെ ഒരു കെട്ടിടത്തിന്റെ പിറകുവശത്തെ ഒരു കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന രീതിയിൽ ഈ ഗോവിന്ദസ്വാമിയെ കണ്ടത്. ആളുകൾ അവിടുത്തെ ജീവനക്കാരാണ്
സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലെ ജീവനക്കാരാണ് ആദ്യം ഈ ഗോവിന്ദസ്വാമി അവിടെ കിണറ്റിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടത്. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി ഈ ഘട്ടത്തിൽ ഗോവിന്ദസ്വാമി മുഴക്കിയിട്ടുണ്ട്. എന്തായാലും കൊടും കുറ്റവാളിയായ ഗോവിന്ദസ്വാമിയെ 4 മണിക്കൂർ നീണ്ട അതികഠിനമായ ദൗത്യത്തിനൊടുവിലാണ് നാട്ടുകാരുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലിന്റെ കൂടി ഭാഗമായാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. അർജുൻ.